ബ്രഹ്മപുരം കെന്റിമഹൽ ഫ്ളാറ്റിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് മലിനജലം ഒഴുക്കുന്നതിനെതിരെ നാട്ടുകാർ നടത്തിവന്ന ശക്തമായ പ്രതിഷേധം ഒടുവിൽ ലക്ഷ്യം കണ്ടു. ജനങ്ങളുടെ സുരക്ഷയും ആരോഗ്യവും മുൻനിർത്തി പുത്തൻകുരിശ് പഞ്ചായത്ത് ഇടപെട്ട് കർശന നടപടികൾ പ്രഖ്യാപിച്ചതോടെ പ്രദേശവാസികളുടെ ഒരു മാസം നീണ്ടുനിന്ന സമരത്തിന് താൽക്കാലിക ആശ്വാസമായി. പഞ്ചായത്ത് അധികൃതർ, സമരസമിതി നേതാക്കൾ, കെന്റ് കൺസ്ട്രക്ഷൻ കമ്പനി പ്രതിനിധികൾ, അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്ത അടിയന്തര യോഗത്തിലാണ് ജനങ്ങൾക്ക് അനുകൂലമായ നിർണായക തീരുമാനങ്ങൾ ഉണ്ടായത്. ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്ന് പുറത്തേക്ക് മലിനജലം ഒഴുക്കുന്നത് പൂർണ്ണമായും നിർത്തും. നാളിതുവരെ ജനവാസ മേഖലയായ മെമ്പർപടി ഭാഗത്തേക്ക് ഒഴുകിയെത്തിയ മുഴുവൻ മാലിന്യങ്ങളും 7 ദിവസത്തിനകം കമ്പനി മുൻകൈയെടുത്ത് നീക്കം ചെയ്യും. ഫ്ളാറ്റിന് പിന്നിൽ അപകടാവസ്ഥയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 3.5 അടി ഉയരമുള്ള കരിങ്കൽ കെട്ട് ഇടിഞ്ഞു വീഴാതിരിക്കാനുള്ള അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിക്കും തുടങ്ങിയവയാണ് തീരുമാനങ്ങൾ. ഇതെല്ലാം സമയബന്ധിതമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുവാൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ചുമതലപ്പെടുത്തി. ഫ്ളാറ്റിന് മുന്നിൽ നാട്ടുകാർ നടത്തിവരുന്ന സമരം അക്രമാസക്തമാകാതിരിക്കാൻ ഇരുവിഭാഗവും സംയമനം പാലിക്കണമെന്ന നിർദ്ദേശം സമരസമിതിയും അംഗീകരിച്ചു. വരും ദിവസങ്ങളിൽ കൃത്യമായ നിരീക്ഷണം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പുത്തൻകുരിശ് പഞ്ചായത്ത് പ്രസിഡന്റ് റെജി തോമസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ദീപ ബിജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൽ ജബ്ബാർ, സെക്രട്ടറി പ്രതീഷ് ബാബു, സൂപ്രണ്ട് അനിൽകുമാർ എന്നിവരും വിവിധ ജനപ്രതിനിധികളും സമരസമിതി നേതാക്കളും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സി ന്യൂസ് മലയാളം.